ഇത് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ബൊക്കാഷി ബക്കറ്റാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ രീതിയിലായിരിക്കും ബക്കറ്റ് ഉണ്ടാകുന്നത്. അതിലേക്ക് അല്പം ശർക്കരപ്പൊടി താഴ്ഭാഗത്തായിട്ട് വിതറുക. അതിനുശേഷം നമ്മുടെ ഫിൽട്ടർ ഇതിലേക്ക് സ്ഥാപിക്കുക. നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബൊക്കാഷി ബക്കറ്റിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന ബൊക്കാഷി ബ്രാനാണ്. ഇതിൽ നിന്നും 2 ടീസ്പൂൺ എടുത്ത് ബക്കറ്റിൽ ഇപ്പം വിതറുക. ഇനി ഇതിലേക്ക് നമ്മൾ അടുക്കള മാലിന്യം നിക്ഷേപിക്കുക. തുടർന്ന് നേരത്തെ ഇനോക്കുലം നിക്ഷേപിച്ചത് പോലെ തന്നെ വീണ്ടും ഇനോക്കുലം മുകളിൽ അല്പം വിതറുക. തുടർന്ന് വീണ്ടും ഇതിലേക്ക് മാലിന്യം അല്ലെങ്കിൽ അടുക്കള വേസ്റ്റ് നിക്ഷേപിക്കേണ്ടി വരുന്ന സമയത്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും മാലിന്യം നിക്ഷേപിക്കും. തുടർന്ന് ഇനോക്കുലം വിതറുക. ബക്കറ്റ് നിറയുന്നത് വരെയോ ഇല്ലെങ്കിൽ 14 ദിവസമോ ഈ ഒരു പ്രോസസ്സ് തുടരേണ്ടതാണ്. ഓരോ സമയത്തും നമ്മൾ അടുക്കള വേസ്റ്റ് നിക്ഷേപിച്ചതിന് ശേഷം അടച്ചു വെക്കാൻ മറക്കാൻ പാടില്ല. 14 ദിവസത്തിന് ശേഷം ബക്കറ്റ് പൂർണ്ണമായും മാറ്റിവെച്ചതിന് ശേഷം തുടർന്ന് രണ്ടാമത്തെ ബക്കറ്റ് എടുത്ത് ഈ പ്രോസസ്സ് ഇതിൽ വീണ്ടും ആരംഭിക്കും. ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിച്ച അടുക്കള മാലിന്യങ്ങൾ ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നിറഞ്ഞ ബക്കറ്റ് നമ്മൾ മാറ്റി വെച്ചല്ലോ. 14 ദിവസത്തിന് ശേഷം ബക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ വെള്ള രീതിയിലുള്ള ഒരു പ്രതലം രൂപപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബൊക്കാഷി കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഈ അടുക്കള മാലിന്യം നേരെ മണ്ണിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലേക്കോ നിക്ഷേപിച്ച് 16 മുതൽ 21 ദിവസം കൊണ്ട് പൂർണ്ണമായും ഇത് ജൈവവളമായിട്ട് മാറും. തുടർന്ന് ഇത് ചെടികൾക്കോ അല്ലെങ്കിൽ മറ്റു പച്ചക്കറികൾക്കോ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാരണവശാലും ബക്കറ്റിൽ നിന്നും ഒഴിവാക്കുന്ന ഈ അടുക്കള മാലിന്യം നേരിട്ട് ചെടികൾക്ക് ഉപയോഗിക്കരുത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ടാപ്പ് തുറന്ന് ബൊക്കാഷി ടീ ഒരു കുപ്പിയിലേക്കോ ഒരു ഗ്ലാസ്സിലേക്കോ കളക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വിവിധ ദിവസങ്ങളിലായിട്ട് കളക്ട് ചെയ്ത് വെച്ച ബൊക്കാഷി ടീ ചെടികളിൽ വരുന്ന കീടനാശിനികൾക്കോ അല്ലെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്കോ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പോഷ് ബ്രാൻ ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ പാക്ക് ഒരു കാരണവശാലും വായി കടക്കുന്ന രീതിയിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യത്തിന് സാധനം എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ മറ്റു വായി കടക്കാത്ത രീതിയിലുള്ള ഒരു പാത്രത്തിലോ അടച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബൊക്കാഷി ബക്കറ്റും ആവശ്യം കഴിഞ്ഞാൽ ഉടനടി ഭദ്രമായി അടച്ചു വെക്കേണ്ടതാണ്. ബൊക്കാഷി ബക്കറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ: ദ്രാവക രൂപത്തിലുള്ളതോ ദ്രാവകാംശം കൂടിയതോ ആയ പദാർത്ഥങ്ങളോ ചൂടുള്ളതോ കേടുവന്നതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങളോ അജൈവ വസ്തുക്കളോ ഒരിക്കലും ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കരുത്. ഏത് സമയത്തും റൂം ടെമ്പറേച്ചറിലാണ് ബൊക്കാഷി ബക്കറ്റ് സൂക്ഷിക്കേണ്ടത്. മാത്രമല്ല കൃത്യമായ അളവിൽ ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ ഓരോ സമയത്തും വേസ്റ്റ് നിക്ഷേപിക്കുന്ന സമയത്തും നമ്മൾ അതിൽ ചേർക്കേണ്ടതാണ്.